വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആടുകൾ കേൾക്കേണ്ടത് ഇടയൻ്റെ സ്വരമാണ്. കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് അനുഗമിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇടയനെപ്പോലെ വേഷം ധരിച്ച സ്വരമുള്ള രൂപഭാവമുള്ള പലരും ആടുകളെ പ്രലോഭിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനും എത്തിയേക്കാം. പക്ഷേ ആടുകൾ ഇടയൻ്റെ സ്വരം മാത്രമേ കേൾക്കാനായിട്ട് പാടുള്ളൂ. ഇന്ന് നമ്മളും അത്തരം ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഒട്ടനവധി സ്വരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇടയൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഇടയ സമാനമായ സ്വരങ്ങൾ കേൾക്കാൻ ഇമ്പമുള്ളതും വഴിതെറ്റിക്കാൻ പര്യാപ്തവുമായിരിക്കും അവ. ചില വ്യക്തികളിലൂടെയും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു വരുന്ന അത്തരം സ്വരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക, ജാഗരൂകരാകുക. അനാദി മുതലേ ഉള്ള ആ സ്വരം, 2000 വർഷമായി കൂടുതൽ വ്യക്തമായ ആ സ്വരം, തിരുസഭയിലൂടെ തുടരുന്ന ആ സ്വരം കേൾക്കാൻ ആ സ്വരത്തെ മാത്രം അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ ജീവന്റെ അർത്ഥമായ ശംശനികരെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.